ഇതിനാ നീയാതെ ഷമീർ വണ്ടി എടുത്തോണ്ടോ ഇങ്ങനെ പറയുന്നത് 4 ദിവസം മുമ്പ് കമന്റ് ചെയ്തത് അവന്റെ കൂടെയുള്ള ആൾക്കാർ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായത് നമ്മളെ വണ്ടിയാണ് നമ്മൾ പോയതാന്ന് പറഞ്ഞു. അപ്പോ ഓക്കെ. അപ്പോ എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ അത് ഡോക്ടറായിട്ടുള്ള വിഷയം, പിന്നെ അതുപോലെ തന്നെ അവിടെ പറഞ്ഞു ഞാൻ ഇടപെട്ടു സംസാരിച്ചു, പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ല. ഇതാ എടാ ഇതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കി തരൂടാ. ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ഷൂട്ടിന്റെ സമയത്ത് ഇതാ ഇതാണ്, അതായത് കറുത്ത് കരിമുട്ടയായിട്ട് മീശയും പഠിച്ചിട്ട് ആ രീതിയിൽ ഷൂട്ട് ചെയ്തതാ. എത്ര ദിവസം എന്നറിയാം? ഏകദേശം ഒരു 30 ഒരു 35-40 എന്തോ ദിവസത്തിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ മമ്മൂന്റെ ആദിലും ഏകദേശം 3 മാസത്തോളം ഉണ്ട്. എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, അവിടുത്തെ മെയിൻ വിഷയം നമ്മൾ വിഷയമാക്കി എന്നല്ല പറഞ്ഞത്. നിയാദിന്റെ അടുത്ത് ഇത്രയും കാലം നിന്ന് ഒരു 5ന്റെ പൈസ അല്ല, ഒരു കാര്യങ്ങളും സെറ്റ് ആകുന്നില്ല. ഞാൻ ഇതിലേക്കെല്ലാം വരാം. പിന്നെ ആകെ കിട്ടിയൊരു ഇതാണ് മറ്റേ ഇത് മൂവിന്റെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഈ വോയിസിങ് കേട്ടാൽ മനസ്സിലാവും. മുന്നു പറഞ്ഞു ഒരു പൈസ തരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല സാറേ. നമ്മൾ ഡോക്ടറോട് നമ്മൾ ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടറെ നമുക്ക് എന്തായിരിക്കും ഒരു പേയ്മെന്റ് വേണം. പക്ഷെ അവിടെ പോയി പറ്റിയൊരു ഫോൾട്ട് എന്താണെന്നറിയോ, ഡോക്ടർ എഗ്രിമെന്റിൽ ഇതാക്കാൻ തയ്യാറായില്ല. അത് നമ്മളും ഡോക്ടർ വിശ്വസിച്ചു, ഡോക്ടർ നമ്മളും വിശ്വസിച്ചു. പിന്നെ പേയ്മെന്റ് പറഞ്ഞപ്പോൾ എടാ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറഞ്ഞടാ. എനിക്ക് കിട്ടിയത് 50,000 റുപ്യാണ്, മമ്മൂന് കിട്ടിയത് 70,000 റുപ്യാണ്. ഇതെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ആദിലിന് കിട്ടിയ 30,000 റുപ്യാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ആദിലിന് 30,000 റുപ്യ എന്ന് പറയുമ്പോൾ സിനിമയിൽ നടനില്ലേ, അപ്പം എന്താ ആദിലിന് കുറച്ച് നിങ്ങൾക്ക് കൂടുതൽ. നല്ല റാംബോന്റെ അതിൽ ഷമീർ അറിയാണ്ട് പറഞ്ഞു പോയിന്. അപ്പൊ ജസ്റ്റ് ഒരു ഞാൻ കാര്യം പറഞ്ഞേക്കാം. ആദിലിന്റെ സംഭവം എന്ന് വെച്ചാൽ ആദിൽ ഓൾറെഡി സിനിമയിൽ നടനാണ്. അപ്പോൾ ഓനക്ക് അതിന് ഓൾറെഡി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അത് ആയിക്കഴിഞ്ഞാൽ മൂവി ആയിക്കഴിഞ്ഞാൽ അതിൽ നല്ല എക്സ്പോസർ കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞാൽ ഓനക്ക് അതിനൊരു എക്സ്പോസർ കിട്ടും. പിന്നെ മമ്മൂനും അതിൽ അതുപോലെ തന്നെ അത്യാവശ്യം ഇതുണ്ട് ഓനക്ക്. പിന്നെ എന്താ പറയുക, വലിയ പ്രൊമോഷൻസ് കാര്യങ്ങളും അതേപോലെയൊക്കെ വരുത്തൊന്നുമില്ല, വരുന്ന പുറമേത്തെ ആൾക്കാർ വരിക. അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് കുറച്ച് പൈസ ഇതാക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ എന്തുകൊണ്ട് 50 വാങ്ങി, എനിക്ക് കുറച്ച് ദിവസം ഉള്ളൂ. എടാ ഞാൻ എന്ത് വാങ്ങി എന്നാണ് പറയുന്നത്? ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ അവിടെ ഒരു ജസ്റ്റ് പറയാം, ഒരു 30 ദിവസം, ഒരു മാസം ഞാൻ പറയുന്നുള്ളൂ. ഒരു മാസം ഇതെല്ലാം ആരല്ലോ വിളിക്കുന്നുണ്ട്. ഒരു മാസം എനിക്ക് മൊത്തത്തിൽ അവിടെ നിന്ന് കിട്ടിയ 50,000 റുപ്യ. 50,000 ഹരിക്കണം 30, ജസ്റ്റ് നോക്കി നോക്ക്. 1,600 റുപ്യ എന്തോ ആണ് നമുക്ക് ഒരു ദിവസം വരുന്നത്. എടാ നമ്മൾ ഒരു ദിവസം അവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് എത്ര റുപ്യ ഉണ്ട്? ഇപ്പം 3 മാസം നിന്ന് ഇവർക്ക് 70,000 റുപ്യ കിട്ടിയ 70,000. ഇതെല്ലാം നിങ്ങൾ കാണട്ടാ. അവിടെ വന്നിട്ട് ഇന്നലെ പറയുന്ന സമയത്ത് അത്രത്തോളം ഇതായിപ്പോയി. അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി പൈസ അടിച്ചു വാങ്ങിയെന്നല്ലോ. 70,000 ഇവർക്ക് 70,000 റുപ്യ കിട്ടി. ഹരിക്കണം 3 മാസം പോയിട്ടുണ്ട്. ഒരു 3, 3, 9, 90 ദിവസം. ഇവർക്ക് ഒരു ദിവസം 777 റുപ്യ. 777 റുപ്യാണ് മമ്മൂന് ഒരു ദിവസം. ഇന്ന് നോക്കാം ആദിലിന് ഓക്കെ. ആദിലിന് മൊത്തത്തിൽ ആദിലിനും ഇതേപോലെ തന്നെ 3 മാസം ഇട്ട 3 മാസത്തിന് മുകളിൽ ഉണ്ടായിന് ആദിലിന്. നിൽക്കുന്ന ഇതും കൂടി പറയട്ടെ. 30,000 ഹരിക്കണം എത്രയാ? 3 മാസം 30 എത്രയാ? അല്ല 30,000 എനിക്ക് കിട്ടിയത്. അതിന് ഇത്ര പൈസ കിട്ടിയത്? അല്ല നിൽക്ക്, 30,000 ഹരിക്കണം 3 വരിക. ഒറ്റ മിനിറ്റ് 30,000 ഓക്കെ 30,000 ഹരിക്കണം 3 മാസമല്ല എന്നത്. ഒരു 3, 3, 6, 90. ഇതാ കണ്ടേ 333. എടാ 333. എടാ ഞാൻ കുണക്കുന്നില്ലടാ. ജസ്റ്റ് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇന്നലെ ഞാൻ അത്രത്തോളം എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇതും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് സംഭവം, എന്തിനിങ്ങനെ പോയിട്ട് അടിയിലാക്കുന്നത്? എടാ നിയാദിൻ്റെ ആടിന് 5-6 മാസം ഞാൻ നിന്നിട്ട്, നേരത്തെ നിയാദ് എന്നെ ചെപ്പുന്ന വോയിസ് കേട്ടല്ലോ. അതായത് പിന്നെ നിന്നോട് പറഞ്ഞ പണി ചെയ്തോ, നീ ആദ്യം പോയി ബാത്റൂം ക്ലിയർ ആക്കാം, ഇത്തന്നെ എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാം കിട്ടിപ്പോയിന്. അലക്കി ഡ്രസ്സ് എടുത്തോ. എടാ ഓൻ പറഞ്ഞ ബാസ്ക്കറ്റ് കൊണ്ടാ കൊണ്ടുപോകുന്നു. എടാ ബാസ്ക്കറ്റ് ഒന്നല്ലടാ, ഞാൻ കാണിച്ചു തരാം. ബാസ്ക്കറ്റിലൊന്നല്ല പോകുന്നത്. നമ്മൾ അവിടെ ഓരോ സാധനം കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ മിനിറ്റ് ഞാൻ ഇതിൽ കറക്റ്റായിട്ട് ഇതാക്കി വെച്ചില്ല. അതുകൊണ്ടാണ് എനിക്കൊരു തപ്പിത്തടയിൽ പോലെ വരുന്നത്. ഓനെ പോലെ കറക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ കാര്യവും പറയാൻ പറ്റൂലല്ലോ. ഒറ്റ മിനിറ്റ്. ഈ സിനിമയെ കുറിച്ച് തന്നെ പറയാനുള്ളത്. അല്ല ഞാൻ എനിക്കിതും കൂടി പറയണ്ട, ഇതും കൂടി പറയാണ്ട് ആവിടെ. കാരണം വെച്ചല്ലേ അങ്ങനെ ആൾക്കാർ ഓൾറെഡി തന്നെ വിശ്വസിക്കാത്തല്ല. ജസ്റ്റ് എനിക്ക് പറയാനൊരു അവസരം തന്നാ മതി, ബാക്കി അവരെന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ഇപ്പൊ ജാസിനും പറയുന്നത് അന്യം പറയുന്നുണ്ട്. എടാ നമ്മളെ ഞാൻ പറയട്ടെ ജാസി, ഈ സിനിമേന്റെ കേസിൽ ഞാൻ പറയുന്നതാണ്. ഞാൻ ചാറ്റ് നോക്കുന്നില്ല. ബാംഗ്ലൂർ ഇഷ്യൂസ് ഞാൻ പറയാം. ഈ സിനിമേന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 3 മൂന്നാളെയാണ് വിളിക്കുന്നത്. അതായത് ഞാൻ, ആദില്, ജാസി. അപ്പോൾ അതിൽ തന്നെ നിയാദിനും മുനുവിനും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഉള്ള പറയാലോ, മുനുവിനും നിയാദിനും അറിയുന്ന കാര്യം തന്നെയാണ്. മമ്മൂന് പൈസ കൊടുക്കണം. അതായത് മമ്മൂന് പേയ്മെന്റ് ഉണ്ട്. ഞാൻ പിന്നെ പേയ്മെന്റ് വാങ്ങണ്ട, എനിക്ക് പൈസ. മുനു ഇന്നലെ വന്നിട്ട് എന്താ പറഞ്ഞത്?
ആർക്കും പൈസ ഇല്ലാണ്ട് ആർക്കും പൈസ ഇല്ല. കാലെല്ലാം പിടിച്ചിരുന്നു. ആർക്കും പൈസ ഇല്ല. ഡോക്ടറോടെല്ലാം ആദ്യം സംസാരിച്ചത് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഡോക്ടർ പേയ്മെന്റ് തരാന്ന് പറഞ്ഞതാണ്. പിന്നെ അവസാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പേയ്മെന്റിൽ ഡോക്ടർ 1,20,000 നമ്മൾ 1,50,000 പറഞ്ഞത്. കാരണം നമുക്ക് അതിൽ 333 റുപ്യ ഒരു ദിവസം കൊടുക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? എനിക്കൊരു ദിവസം 1,600 സംതിങ്. കാരണം ഓൾറെഡി എനിക്ക് അതിൽ റോള് കുറവാണ്. ഞാൻ അവിടെ പോയ ദിവസങ്ങൾ ഒരു ദിവസം ഇവിടെ കൂലിപ്പണിക്ക് പോയാൽ കിട്ടൂല ഒരു ദിവസം 1,200 റുപ്യടാ. കൂലിപ്പണിക്ക് പോയാൽ കിട്ടൂലേ ഇവൻ അത്ര ദിവസം. അപ്പൊ അതിന് പൈസ ചോദിക്കുന്നത് തെറ്റാണെടാ. നിങ്ങൾ പറ, അതിന് നമ്മൾ പൈസ ചോദിക്കുന്നത് തെറ്റാണോ? നമ്മൾ ഒരു ദിവസം 5,000 ഒന്നും മേടിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് അവിടെ പറഞ്ഞത് നമ്മൾ കഞ്ചാവ് അടിച്ചത്. നമ്മളപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, വെല്ലിമാൻ്റെ ഒപ്പം വീഡിയോ ചെയ്യുന്ന ഒരുത്തരുണ്ട്, ഫസൽ എന്ന് പറഞ്ഞ ഫസൽ ഫാമിലി. ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മോനോട് ചോദിക്കും. ഓനും ഞാനുമാണ് ഒരേ കഥാപാത്രം ഉണ്ടായിന്, അതായത് വില്ലൻ ക്യാരക്ടർ. ഒരേ റൂമിലാണ് നമ്മൾ ഉണ്ടായത്. നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. ഓന് ചോദിച്ചോക്കട്ടെ ഞാൻ കഞ്ചാവ് അടിച്ചിനോന്ന്. ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തിന്, ഞാൻ ഇന്ന് പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു 5-6 ദിവസത്തിന് വരും. ഞാൻ ഒരു സിഗരറ്റ് പോലും നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് ഒരു കാര്യം പറയാം, എവിടെന്നെങ്കിലും ഞാൻ ഒരു സിഗരറ്റ് പോലും വലിക്കുന്ന ഒരു ഫോട്ടോ അല്ല. ഈ മുനു ഒരു മിനിറ്റ്, മുനു എന്താന്ന് പറഞ്ഞാൽ കഞ്ചാവ് അടിച്ചെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നമ്മൾ ഈ പ്രശ്നത്തിൽ നിൽക്കുന്നത്, അതായത് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നില്ല. നമ്മളോട് പേയ്മെന്റ് തരാന്ന് പറഞ്ഞു, പേയ്മെന്റ് കിട്ടുന്നില്ല. അപ്പൊ ആടെ മുനുവിന് ഒരു റോള് കിട്ടണം ഇത്. അപ്പൊ മുനു ആളാകാൻ വേണ്ടിയിട്ട് മുനു എന്ത് ചെയ്തു, റൂമിലേക്ക് കയറുമെന്ന്. മുനു ഓന്റെ കൂടെ ഒരുത്തനുണ്ട്. ഓന്റെ പേര് ഞാൻ ഇതൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. പേരൊന്നും പറയണ്ട, നീ പറഞ്ഞാ? ഇല്ല, പറഞ്ഞിട്ടില്ല. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഓന്റെ പേര് ഒരുത്തനും കൂടി ഉണ്ട്. ഇവർ രണ്ടാളും കയറി വന്നിട്ട് നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ചു. എന്താണ് നിങ്ങൾ ആദ്യം പേയ്മെന്റ് ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ, ആദ്യം ഒന്നും പേയ്മെന്റ് പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താ? ഞാൻ പറഞ്ഞു മുനുവിനോട്, അല്ല മുനു നിനക്കും നീയാദിനും അറിയാലോ, മമ്മൂന് പേയ്മെന്റ് കൊടുക്കണം, മമ്മൂന് പേയ്മെന്റ് കൊടുക്കണം. അത് തന്നെയാണ് നീയാദും പറഞ്ഞത് അവിടെ തന്നെ. അപ്പൊ നീ ഈടുന്നെന്താ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവരോട് പൈസ ചോദിക്കുമ്പോ നീ വാക്ക് മാറ്റുന്നത്? മുനു കമ്മീഷൻ അടിക്കാൻ നോക്കിയ സംഭവം ഭയങ്കര കമ്മീഷൻ ആടാ, ഭയങ്കര. ഈ മുനുവൊന്നും വെച്ചാലില്ലേ മുനു അത്ര നല്ല. പിന്നെന്താ വെച്ചാൽ എനിക്കറിയില്ല അവസാനം പ്ലേറ്റ് മറിഞ്ഞ എന്താന്നും. പിന്നെ എനിക്കറിയില്ല, ചിലപ്പോൾ ഒരായിട്ട് അത്രയും ബന്ധും പരിപാടിയും കാര്യങ്ങളൊക്കെ. ബാംഗ്ലൂരിന്റെ സീനും കൂടി ചോദിക്കും. ബാംഗ്ലൂർ ഞാൻ പറയും, ഇത് തീരട്ടെ. ബാംഗ്ലൂരിൽ ഞാൻ പറയാം, ബാംഗ്ലൂരിന്റെ മുന്നിലും കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് കുത്തേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടാ. നമ്മളെ കാര്യങ്ങളോട് നിങ്ങൾ കേക്ക്. എല്ലാണ്ട് അപ്പുറത്തുള്ള മാത്രം ഓല ഉണ്ടാകുന്നല്ലേ. അല്ല ഞാൻ പറയാം, എല്ലാം പറയാം. ഓലന്റെ കാര്യം എന്താന്നറിയാം. ഓലന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ സംഭവിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെരുന്നാൾക്ക് നാട്ടിൽ പോയിട്ട് ഇത് ഈ ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോൺ ഞാനവിടെ യൂസ് ചെയ്ത ഫോണാണ്. ഇവനിക്ക് ഇപ്പോൾ എവിഡൻസ് ആയിട്ട് പറയുന്ന കേൾപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി എൻ്റെ കോൾ റെക്കോർഡുകളാണ്. ഞാൻ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ റെക്കോർഡാണ്. ഞാനോട് ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു ഡിക്ലറേഷൻ പറയാം, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫുൾ വോയിസ് കേൾപ്പിക്കാൻ. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇവിടെ ചോദിച്ചു ഇവൻ കാര്യം പറഞ്ഞു, ഇവനടുത്തൊരു 350 റുപ്യ, ഞാൻ 3,000 സംതിങ് റുപ്യ ഉണ്ടായിരുന്നു, ആ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഷമീറിനോട്. എന്തിനു ചോദിച്ചു? ഓലക്കെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നൈസായിട്ട് അങ്ങ് ആരാ ഇത് കട്ട് ചെയ്ത് അതിൻ്റെ ബേക്കിൽ ആരാന്നറിയില്ല, നീ അതിന് അത്രയും മാസം പറയുന്നത് ആയിക്കൂലേ. നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത്. ഞാൻ ഇന്നവർ സാധനം യൂസ് ചെയ്യില്ല, അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ എപ്പം എവിടെ കണ്ടുകഴിഞ്ഞാൽ എന്ത് കണ്ടുകഴിഞ്ഞാൽ ഞാൻ പറയും. അതായത് എന്തിനാണ് വെറുതെ. ഞാൻ ഒരു മമ്മൂനോട് ഞാൻ പറഞ്ഞു, മമ്മു അവിടുന്ന് ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണ്ടേ, നമ്മളെ കാര്യങ്ങൾ അടിപൊളിയാക്കണ്ടേ, വീഡിയോസും റീലും കാര്യങ്ങളും ബ്ലോഗൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണ്ടേ, എന്തിനാണ് ഇതിനു വേണ്ടി പൈസ കൊടുത്തത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഭാഗം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത്. പിന്നെ ഞാൻ യൂസ് ചെയ്തെന്നുള്ള രീതിയിൽ നീ ഇത് കാണുന്നുണ്ടാടാ, നിനക്കെന്നെ അറിയാം ഞാൻ അവിടുന്ന് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരാളാണ്. എന്തിനാടെ പച്ചക്കുള്ള ആൾക്കാരുടെ മുമ്പ് പോയി പറയുന്നത്. ഞാൻ എന്താ ഇന്ന് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തല സാറോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അഡ്വാൻസ് ടെസ്റ്റോ പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതാ എൻ്റെ മേത്ത് ടെസ്റ്റ് ചെയ്തോ, ഞാൻ തയ്യാറാണ്. ഞാൻ എടുത്ത പബ്ലിക്കിൽ ഞാൻ പറയാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അവസാനമായിട്ട് എടുത്തൊരു ഫോണുണ്ട്, ഐഫോൺ. എൻ്റെ മാക്ബുക്കും ക്യാമറയും വിറ്റിട്ട് പിന്നെ ഈ സിനിമൻ്റെ കിട്ടിയ പൈസയും കൂടി കൂട്ടിയിട്ട് എടുത്തൊരു ഫോണാണ്. ഈ ഫോൺ ഞാനങ്ങ് തരും. എന്തെങ്കിലും പിടിക്കപ്പെട്ടെങ്കിൽ നീ ആദ്യം ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു വർഷത്തെ ഇല്ലെങ്കിൽ ഒരു 6 മാസത്തെ 1 വർഷത്തെ ഡ്യൂറേഷനിലെ ടെസ്റ്റ് ഓപ്പറേഷൻ തൂഫാൻ ഞാൻ വെല്ലുവിളിക്കാം. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ ടീമിനോട് മുടി വേണോ ഉമിനീര് വേണോ എന്താ വേണ്ട കൊണ്ടുപോയിക്കോ. കാരണം എന്താണ്ട് ഇത്ര ഇതിൽ പറയുന്നവരടാ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നീ അതിന് ഇതേപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നീ എന്തിനാടാ വെറുതെ കള്ളത്തിലെ ആൾക്കാരുടെ മുമ്പിൽ പറയുന്നത്? ഒറ്റ കാര്യം പറയാനുള്ളൂ. നീ അത് നില പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രൂഫ് ഉണ്ടെങ്കിലും ഓനേക്ക് അയക്ക്. എനിക്കയക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ ഇന്നലെ വിളിച്ച് 3 മണിക്ക് കറിയാണ്. ആരെങ്കിലും പൈസ തരും. വീടിൻ്റെ ആധാരം ഞാൻ പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഒരിക്കൽ എത്ര പൈസ വേണ്ട ഞാൻ ആ പൈസ തരും. 5 പൈസ കൈമല്ല. പക്ഷെ പറയുന്ന കാരണം എന്താ അറിയാം, നമ്മൾ മാത്രം അങ്ങനെ ഉമ്മണ്ടാ.
അതും എന്തെങ്കിലും കഞ്ചാവ് വലിച്ചിന് പോലും ഞാൻ കഞ്ചാവ് വലിച്ചിന് അടി ഉണ്ടാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി നീ പറയുന്നത്. ഞാൻ ഇത്ര റോങ് ആയിട്ട് എനിക്കറിയാം, കുറച്ച് സാധാപത്തോടു കൂടി പറഞ്ഞാൽ മാത്രമേ ആൾക്കാരെ കണ്ണിൽ ഇതാക്കാൻ പറ്റുമെന്ന്. നീ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. ജാസ് ഇന്നേ വരെ ഇതേപോലെ നിന്റെ മുമ്പിൽ സംസാരിച്ചിട്ടില്ല, ഇന്നേ വരെ സംസാരിച്ചില്ല. നീ വളാഞ്ചേരിയിൽ നിന്ന് ആ റാംബോനെ കൊണ്ട് എൻ്റെ കഴുത്തിന് ഇവിടെ മുറിയായിട്ട് നീ എന്താ എന്നോട് പറഞ്ഞത്? നീ എന്താണ് എന്നോട് പറഞ്ഞത്? കാണിച്ചരടാ നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? കേരളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റെടുക്കും, എൻ്റെ അടുത്ത് എവിഡൻസും പ്രൂഫും ഉണ്ട് എന്നടാ. എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ അവരെ മുമ്പിൽ നിനക്ക് നിന്റെ ബ്ലഡും മൂത്രം ഈ മുടിനാരൊക്കെ കൊടുക്കാൻ പറ്റൂടാ. രമേശ് ചെന്നിത്തല സാറെ ഞാൻ പറയുന്നത്, ബാംഗ്ലൂരിൽ ടാറ്റൂവിന്റെ പ്രൊമോഷന് പോയ സമയത്ത് ഈ ഡാഷ് മോന് പുണ്ടച്ചി മോന് അവിടുന്ന് ഒരു സാധനം, അതായത് ഒരു കൊമള, ഒരു എന്താ എനിക്ക് അതിന്റെ പേര് ലാബിലൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം, ഒരു കൊമള, അതിൽ ആസിഡ് ഒഴിച്ചിരുന്നോ സാധനം, ആ കൊമള വെച്ചിട്ട് അടിയിൽ ലാമ്പ് കത്തിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ആ കൊമളയെ കൂടി ഇങ്ങനെ വലിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേറ്റം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് മെഴുകുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞിരടാ, നേരത്തെ കാണിച്ചില്ലേ ബലൻസിയാഗിന്റെ ഷൂ ഇട്ടിട്ട് ഓൻ ജേഡിനെ കുപ്പും വിളിച്ചിട്ട് നല്ല കല്ലടിച്ചിട്ട് കിറങ്ങിയിട്ട് ഒരു ഡാൻസ് കളിക്കുന്ന ഷമീർ കാണിച്ചെന്തിനാ? കുറച്ചൊന്ന് ക്യാമറ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓൻ ആ സാധനം കൂടി ഒന്ന് കാണിക്കാനോടാ, ഓനെ മാത്രം ഒന്ന് വീഡിയോ എടുത്ത് പോയുള്ളൂ. പിന്നെ ദുബായിൽ ഒരാൾ മെസ്സേജ് ആണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഒന്നെടുക്ക് മക്കളെ, നമ്മളെ കൈമ. എന്റെ പ്ലേസ് TVM ആണ്, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഇന്നലെയും കൂടെ തൊപ്പിയുടെ ഫോർച്യൂണർ കണ്ടതാ, എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. ഞാൻ ഓട്ടോ കഴിഞ്ഞ് വരുമ്പോ കണ്ടാൽ ഞാൻ വേണം പിക്ക് അയച്ചു തരാം. വണ്ടി TVM കണ്ണേറ്റിമുക്ക് എന്ന് പറയുന്ന പ്ലേസിൽ തന്നെയാണ്, അതായത് റാംബോന്റെ കയ്യില്. പിന്നെ എന്തിനാടാ ഇന്നലത്തെ ലൈവിലടക്കം നീ ഓപ്പൺ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് നമ്മളൊക്കെ ചെറുതാടാ, കൂടെ ചോദിക്കുന്നുണ്ട് വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതെല്ലാം നിനക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്നിട്ടെന്തിനാടാ നിന്നെ എങ്ങനെയാടാ മാനിപ്പുലേഷൻ ചെയ്യാ? എന്റെ കേസ് നിങ്ങളൊന്നും മനസ്സിലാക്കടാ. അതായത് ഈ നിയാദ് എന്ന് പറയുന്ന 1 മില്യൺ ഫോളോവേഴ്സ് യൂട്യൂബിലും വർഷങ്ങളായിട്ട് സ്ട്രീം ചെയ്തതും ചോര ഇപ്പം രമേശ് സാറെ ഇത് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എങ്ങനെയായാലും ഇത് മാനിപ്പുലേഷൻ ചെയ്യും, പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റും. രമേശ് സാറെ നിങ്ങൾ ഇതിൽ ഏറ്റെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ആളുകൾ, ചെറിയ കുട്ടികളടക്കം എന്റെ വീഡിയോ കണ്ടിട്ട് വൈകിട്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അല്ലാണ്ട് കുറെ ആൾക്കാർക്ക് വയറ്റിലുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഇപ്പൊ ദുബായിൽ നിന്ന് വിളിച്ചിന് ഒരാൾ വിളിച്ച് നമുക്ക് എന്തോ ബാക്കി കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു പ്രൂഫ് എന്താണെന്നറിയാം, ഒരു ദുബായിൽ പ്രൊമോഷൻ ഞാൻ ഷമീറായിട്ട് കാണിച്ചെന്നില്ലേ, പ്രൊമോഷന് പോയിട്ട് അവിടുന്ന് CCTV ഫൂട്ടേജ് ഉണ്ട്. ഈ എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. അവസാനം എന്താക്കിയെന്നറിയാം, ചങ്ങായി പറഞ്ഞ് 25,000 രൂപ തന്നാൽ തരാം. നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒരു 30,000 രൂപ തരാൻ നമ്മൾ പറഞ്ഞു പോയി, ഗതികോടുണ്ട് വെറുതെ മേടിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അവസാനം ഡീലാക്കി തോന്നുന്നു, അതിന് ഫൂട്ടേജ് കിട്ടിയില്ല. എടാ നിയാദ് എവിടുന്നെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫൂട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്കൊന്നയച്ചാ. എൻ്റെ ഉമ്മ നല്ല രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എൻ്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോൾ ഒക്കെ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എൻ്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനെയല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എൻ്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ടടക്കാണ് ഞാൻ ഡയറക്ടർ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞത്, സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് രക്ഷയാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് റുപ്യാണ് ആദ്യത്തെ പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 റുപ്യ കിട്ടിയത്. എനിക്ക് 1000 സംതിങ് റുപ്യാണ് ഇത് കിട്ടിയത്. എന്താണ് തെറ്റ്? അവൾ അത്രയും 5-6 മാസം നിന്നിട്ട് എന്താണ് പറഞ്ഞത്, ജാസിക്ക് പ്രൊമോഷൻ. ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താണെന്നറിയോ? എടാ ഞാൻ പറയുന്നില്ല, എന്തോ ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞോട്ടെ. എന്റെ ഫീലിംഗ്സ് ജസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ. കാരണം എന്താ അറിയാ, 5-6 മാസം ഞാൻ നിങ്ങൾക്ക് ചിരിക്കൂടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ടില്ലടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ട് എനിക്കൊരു ഉറുപ്പ്യ സാലറി. ഞാൻ ഇവന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന സമയത്ത് 5-6 മാസം കൃത്യമായിട്ട് എപ്പോഴും അധികം ലൈവ് ഉണ്ടായിന്. ആ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്ന സമയം എപ്പോഴാണ്, രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു 3-4 മണിയാവും. ആ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ രാവിലെ 10 മണി 11 മണിക്ക് എണീക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫുഡ്, അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തിൽ ഫുഡ്. ഇതിൻ്റെ ഇടയിൽ ഓൻ്റെ എന്തെങ്കിലും അലക്കാൻ കൊണ്ടുപോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ സ്പിൻ വീൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ശരിയാക്കാൻ പറയണം. ആ സമയത്ത് എൻ്റെ ജാസി എന്നുള്ളൊരു ക്യാരക്ടറിലുണ്ടായിന്. മീശയിൽ ഇത്ര മേടിച്ചിട്ട് ഇവൻ പറഞ്ഞ അങ്ങനെ ചെയ്താലേ ഇത് അടിപൊളിയാവുന്നല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തടാ. കഷ്ടപ്പെട്ട് ഇതെല്ലാം ഞാൻ ചെയ്ത്. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രൊമോഷൻ വന്നിടാ. എനിക്ക് ആകെ വന്ന പ്രൊമോഷൻസ് എത്രയാടാ? നിങ്ങൾ എൻ്റെ പേജിൽ കയറി നോക്കി, ഇതെല്ലാം ലൈവായിട്ട് കാണാൻ പറ്റൂലടാ. പിന്നെ എന്തിനാടാ ഓൻ്റെ പാത്രം കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും? നിങ്ങൾക്ക് അറിയാലടാ ഓൻ പറയുന്നു. ഓൻ അത്ര നല്ലോനാണോ? എൻ്റെ പേജ് കയറി നോക്കി. ഞാൻ മൊത്തത്തിൽ ഒരു 12-13 പ്രൊമോഷനെ ചെയ്ത. ഒന്ന് അരിച്ചോക്കടാ, 12 കൂടി അരിക്കണം. അതായത് ഒരു വർഷത്തേക്കൊന്ന് അരിച്ചോക്കടാ. അപ്പം നിങ്ങൾക്ക് തിരിയും എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ.
ഒരു മാസം എൻ്റെ വീട്ടിലേക്ക് ഒരു മാസം കൊടുക്കണം 12,000 രൂപ കുറിക്ക് മാത്രം ഓരോ കാറ്റിനോട്ടിട്ട്. നമ്മളൊന്നും വലിയ റിച്ചോ പരിപാടിയോ കാര്യങ്ങളൊന്നുമല്ല. എടാ എന്തിനാടാ പച്ച, ഞാൻ 2-3 പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ ചെയ്തില്ല, ഇന്നും എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നേരത്തെ ഷമീറിന്റെ ഒരു വോയിസ് കേട്ടല്ലോ, പോയി അലക്കട അതാക്കട ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ പല സമയത്തിലടാ, ഇതേപോലെ പല സമയത്ത് എനിക്ക് ഒരു മാസം ഇവൻ ബാൻ തരും എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ. ഇല്ല സ്പിൻ വീലിന്റെ ആ ബെയറിംഗ് ശരി, ഇവൻ പച്ചക്കള്ള എന്തിനാ പറഞ്ഞ ആ സ്പിൻ വീല് ശരിയാക്കിയ നീയാതെ ഞാനാണടാ. എടാ ഞാനാണടാ സ്പിൻ വീല് ശരിയാക്കി. എന്തിനാടാ കള്ളത്തരം പറയുന്നത്? ഉളുപ്പില്ലാത്തവൻ. അത് എവിടെ കറങ്ങണം എവിടെ നിൽക്കണം എന്ന് നീ പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തില്ലടാ. ഈ ഷമീർ ഷഡിട്ട് തുള്ളാൻ ഞാനല്ലടാ സെറ്റ് ചെയ്തത്. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാടാ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ സ്ക്രിപ്റ്റും എടാ എത്രത്തോളം നിനക്ക് ചാക്കിട്ട് വാരി നിനക്ക് ഇതാക്കാൻ പറ്റൂടാ. നീ എത്ര പൈസ വേണമെങ്കിലും ഇറക്കിക്കോ, നീ എത്ര പൈസ വേണമെങ്കിലും ഇറക്കിക്കോ. നീ നോയിക്കോടാ നിന്റെ 1 ഡേ എന്ന് പറയുന്ന ആ സാധനം, നിന്റെ 1 ഡേ എന്ന് പറഞ്ഞത്, നിങ്ങൾ ഇതിൽ എനിക്ക് ഹെയ്റ്റ് തന്നാലും വേണ്ട എന്ത് തന്നാലും വേണ്ട, നിന്റെ 1 ഡേ എന്നുള്ള സാധനം ഉണ്ടേ. എടാ ഫുണ്ടേ ഇത് ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മുഖം മൊത്തത്തിൽ വീയോടാ. നീ വയറ്റുണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് അവർക്ക് എത്ര പൈസ കൊടുത്ത് നീ സെറ്റിൽ ചെയ്ത് ഇന്ന് പുറത്തു വരണ്ട. ഞാൻ അവർക്ക് ബാൽക്കണി ഇരിക്കുമ്പോൾ കേട്ടതാ 50,000 രൂപ ഓള് ചോദിച്ചിട്ട് റാംബോ ഡീൽ ചെയ്തത്. നീ ഒരിക്കലും ഭർത്താനം പറ്റില്ല. 50,000 രൂപ അയച്ചു കൊടുത്തത്. അത് കേൾക്കുന്ന ഇവന് വയറ്റിലുണ്ടാക്കി കൊടുത്ത എല്ലാ ആൾക്കാരും ദയവ് ചെയ്തിട്ട് ഓൻ്റെ അടുത്ത് എന്തായാലും പൈസ കിട്ടിയല്ലോ, ഓൻ്റെ അടുത്ത് പൈസ കിട്ടിയല്ലോ, ഇനി വേണമെന്നിട്ട് നമ്മളും തരാം. ഓൻ ചെയ്ത കാര്യങ്ങൾ അതിന്റെ പ്രൂഫും ഓൻ അബോഷൻ ചെയ്തു എല്ലാ കാര്യങ്ങളും ഒന്ന് വന്നിട്ട് ദയവ് ചെയ്തിട്ട് പറ. ഓൻ്റെ ഡ്രഗ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പൈസ ഞാൻ തരാം, എൻ്റെ വീടിന്റെ ആധാരം വിറ്റ് ഞാൻ തരാം. എനിക്ക് വേണേൽ തരും, കാരണം എനിക്ക് നാളെ ഇവിടെ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ടാ ഓൾറെഡി ഉള്ള പ്രൂഫുകളും കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്നുണ്ട്. എടാ ദയവ് ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഒരാളും വിശ്വസിക്കലടാ. 6 മാസം എന്നിട്ട് ഒരു ഉറുപ്പിക്ക് തന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞാൽ ജാസിക്ക് പ്രൊമോഷൻ ഉണ്ട്. പ്രൊമോഷൻ എത്ര പ്രൊമോഷൻ ചെയ്ത് എൻ്റെ പേജ് കയറി ഒക്കെ കാണാൻ പറ്റുമല്ലോ. അത്രയും പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനൊക്കെ ഓരോ മാസം എത്ര പൈസ ഒരു അരിക്കണം വെച്ച് നോക്കിയാൽ തന്നെ ഒരു മാസം 10,000 രൂപയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ബാക്കി എവിടെയെങ്കിൽ പോയിക്കുക ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്താലും വേറെ ചെറിയ പൈസ പരിപാടി കാര്യങ്ങളെല്ലാം കിട്ടും. എടാ എന്നിട്ട് എന്തിനാണ് നിന്നെ ഭീഷണി നിന്റെ നേരെ നോക്കിയിട്ടൊന്ന് സംസാരിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ആൾക്കാരല്ല നമ്മൾ. നീ പറയുന്ന എല്ലാ കാര്യവും ഈ ഷമീറിന് കള്ള് കൊടുത്തിട്ട് നീ അവിടുന്ന് എന്തെല്ലാം ഡാൻസ് കളിപ്പിച്ച് നാളെ എന്തായാലും നീ ഒരു വീഡിയോ ഇടും. ഏത് വീഡിയോ ആയിരിക്കും അറിയാം. എൻ്റെ മനപ്പൂർവ്വം എനിക്ക് മനസ്സ് തോന്നുന്നു ഷമീറിന് നീ കള്ള് കൊടുത്തിട്ട് പറഞ്ഞത് ഡാഡാ ഡാൻസ് കളിക്കടാ, എന്നിട്ട് അത് കണ്ടിട്ട് നീ ഇങ്ങനെ ആക്കിയ കാര്യം, എന്നിട്ട് സ്റ്റെപ്പുമ്പോൾ കയറി പോകുന്ന സമയത്ത് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ നീ നാളെ ഇടും. ഇതെല്ലാം എനിക്കറിയാടാ. പക്ഷെ നിനക്ക് തെറ്റിപ്പോയ കാര്യം എൻ്റെ ഇതിലടാ. നീ അതെ എടാ 1 ഡേ എന്ന് പറയുന്ന ഫുണ്ടേ നിനക്ക് തെറ്റിപ്പോയ ജാസിൻ്റെതിലാ. ഇനി നീ എന്നെ പറ്റി പറയുന്ന ഏറ്റവും എക്സ്ട്രീം കാര്യം എന്താണെന്ന് അറിയടാ, ജാസി പ്രൊമോഷൻ ചെയ്ത ആൾക്കാരിന്ന് പറ്റിച്ച്. ഗൈസ് ഒരു കാര്യം മനസ്സിലായിക്കോ എടാ, പിന്നെ ബെറ്റിങ്ങിൻ്റെ ഏജൻസിൻ്റെ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിയാദ് 1.5 കോടി എത്ര പറഞ്ഞത് എന്തൊരു ബാറ്ററി എന്തൊരു ബെറ്റിങ്ങിൻ്റെ ആളുണ്ട്, അതിൻ്റെ ഏജൻസിൻ്റെ ആൾക്കാർ ദയവ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, എൻ്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ വെളിപ്പെടുത്തിക്കോളൂ. എടാ നിങ്ങളെ പറ്റിക്കേണ്ടിട്ടില്ലടാ. ബെറ്റിങ്ങിൻ്റെ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് 1 കോടി 1.5 കോടി എത്ര പ്രോപ്പറായിട്ട് എനിക്ക് ഇതൊന്നും നമ്മോട് വിട്ട് പറയില്ല. ഈ കാര്യം പറയേണ്ടിയിട്ട് പൈസ മേടിച്ചടാ. എന്നിട്ട് പറയുന്നത് അറിയോ, കേരള ഗവൺമെൻറ്റിൻ്റെ എന്തോ ഉണ്ട് അതിനെക്കൊണ്ട് ഇപ്പോൾ ഇടാൻ പറ്റില്ല, ഇപ്പോൾ ഡിലേ ആക്കി വെക്കുന്ന എത്രയോ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ആ ബെറ്റിങ്ങിൻ്റെ ടീമെ എനിക്ക് മെസ്സേജ് അയക്ക്. പിന്നെ ഇതുപോലെ തന്നെ എത്രയോ ബെറ്റിങ്ങിൻ്റെ ടീമുകൾ ഉണ്ടാവും, എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്ക്. ഞാൻ അതിൻ്റെ പ്രൂഫ് അയച്ചാൽ എന്തെങ്കിലും പൈസ ചില്ലറ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ തരാം. ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ അച്ഛനോ അമ്മനോ ഇല്ലെങ്കിൽ ഇതേപോലെ ഊമ്പിക്കുന്ന കുണ്ണകളെയോ ഓർത്തിട്ടെങ്കിലും ജസ്റ്റ് ഒരു സാധനം അയച്ചാൽ. പിന്നെ ഇവൻ വയറ്റിനുണ്ടാക്കി കൊടുത്ത ആൾക്കാർ അവരും ദൈവത്തിൽ എന്തെങ്കിലും സാധനം അയച്ചാൽ. പിന്നെ ഞാൻ പ്രൊമോഷൻ ചെയ്യാൻ പെൻഡിങ്ങിലായി പോയ ആൾക്കാരോട് മുത്തേ നിങ്ങൾക്ക് എത്ര പ്രൊമോഷനാണ് വേണ്ടത് അതൊക്കെ ഞാൻ ചെയ്താൽ. പിന്നെ ഒരു കാര്യം കൂടി, ഇന്നലെ തന്നെ വലിയ കാര്യം കാണിച്ചു കൊടുത്തല്ലോ. എന്തെന്നറിയാം, വലിയ കാര്യം കാണിച്ചു കൊടുത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസിന്റെ പ്രൊമോഷൻ വന്നിട്ട് കുറേ ആയി ചെയ്യാൻ ഒരു ഗ്ലാസിന്റെ പ്രീമിയം വാച്ചും ഗ്ലാസും സ്പെക്സും വിൽക്കുന്ന ഒരു ടീം. എനിക്ക് ഇന്നലെയാണ് ഇതെല്ലാം മനസ്സിലായത്. ഇതെല്ലാം മനസ്സിലായത് ഇന്നല്ല. ഇതാ ഈ ഗ്ലാസ് ഒന്ന് നോക്കിയേ, എടാ ഈ ഗ്ലാസ് ഒന്ന് നോക്കേ. ലൂയി വിട്ടൻ, അതായത് ലൂയി വിട്ടനാന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കോപ്പി. നീ ഒന്ന് സ്വപ്നത്തെ പോലെ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ജാസി ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും നീ കണ്ടിട്ടുണ്ടാവില്ല. എടാ നിനക്ക് കോടികളും BMW ഉണ്ട് എന്നല്ല പറയുന്ന ആളല്ലടാ നീ. എന്തിനാടാ നിനക്ക് എൻ്റെ ഗ്ലാസ് എനിക്ക് പ്രൊമോഷന് വന്ന സാധനം കട്ട് കൊണ്ടോണ്ട ആവശ്യമോ? എന്താ ബ്ലിങ്കിറ്റ് പോയിട്ട് എല്ലാ മാസവും പോലും 4,000 എടുക്കും പോലും. നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ഡ്രസ്സ് എടുക്കരുതേ കുണ്ണകളെ, ഞാൻ മാത്രം എടുക്കുക, നിങ്ങൾ നോക്കി നിന്നാൽ മതി. വീഡിയോക്കും കണ്ടന്റിനും വേണ്ടിയിട്ട് മാത്രം നമുക്ക് അവിടുന്ന് ഒരു ട്രൗസറോ ഡ്രസ്സോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് പറയുന്നവനല്ലടാ നീ. എന്തിനാടാ എൻ്റെ ഗ്ലാസ് കട്ടുണ്ടോയാ നീ? അതെ എന്തിനാ എൻ്റെ ഗ്ലാസ് കട്ടുണ്ടോ? ഇത് ഈ സാധനം ഈ വാച്ചും ഈ ഗ്ലാസ്സുമാണ് എനിക്ക് പ്രൊമോഷൻ വന്നത്. ഇത് കുറേയായി വന്നിട്ട് എൻ്റെ അലമാരിയിലുണ്ടായ സാധനം ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ ഈ സാധനം കാണുന്നില്ല. ഞാൻ അവിടെ എല്ലാവരും ചോദിച്ചു, കാരണം അവർ ഞാൻ പൈസ മേടിച്ചതാ. ഇതാണ് ഇന്നലെ ഇക്ക മെസ്സേജ് റാംബോ കാണിച്ചു കൊടുത്തില്ല ലൈവിൽ. ഇതൊന്നും ഇത് പറയാൻ എനിക്ക് കാണിക്കില്ല, എല്ലാം നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടോ. റാംബോ കാണിച്ചു കൊടുക്കില്ല, ജാസി പറ്റിച്ച് കുറേ പ്രൊമോഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അയാൾ ഇത് റാംബോ ടീം റാംബോ എനിക്ക് സ്റ്റോറിയിൽ എന്തോ ഭാഗ്യം അന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാൻ തോന്നിയില്ല. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ ആ റാംബോ സ്റ്റോറിയിൽ ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എടാ എന്തിനാടാ എൻ്റെ സാധനം കട്ടുകൊണ്ടുപോയിട്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എൻ്റെ പ്രൊമോഷനൊക്കെ പെൻഡിങ്ങിലായത്. ഇത് എനിക്ക് വന്ന സാധനം. ഇനി ഓർക്കുള്ള പ്രൊമോഷൻ ഈ ലൈവിൽ ഞാൻ തരാം.
ആ പേജ് എന്താണെന്നറിയില്ല, ആ പേജിൻ്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കട്ട് ചെയ്തിട്ട് ഇട്ടോ മുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ഞാൻ പൈസയും തരും, നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എന്താ കഴിഞ്ഞാൽ നല്ല സ്പെക്സും വാച്ചും വേണമെന്നുള്ള ആൾക്കാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ നിയാദ് കട്ടുണ്ടോയ ഈ സ്പെക്സ്, നിയാദ് ഇടണമെങ്കിൽ അങ്ങനത്തെ സ്പെക്സ് ഇടൂ. ഇത് എൻ്റെ അടുത്ത് കട്ടുണ്ട് പോയതാണെങ്കിലും ശരി, ഈ സ്പെക്സ് അടിപൊളി സ്പെക്സ് ആണ്. ഇത് വാങ്ങിയ ആൾക്കാരൊക്കെ, കാരണം ഇത് പ്രീമിയം ക്വാളിറ്റി, ലൂയി വിട്ടൻ എന്താ പറയുക, ലൂയി വിട്ടനും അങ്ങനത്തെ എല്ലാ രീതിയിലും സ്പെക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നിയാദിട്ട് എൻ്റെ കട്ടുണ്ടോയ സ്പെക്സ് ആണ്. അതുകൊണ്ട് അത് വേണ്ട ആൾക്കാർ ഈ പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓൾറെഡി നിങ്ങൾക്കൊരു ഇത് ഞാൻ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ പൈസ തരാം. എടാ ഇതൊക്കെ കൊണ്ട് എന്നാടാ ഊമ്പിപ്പോയിനി ഇതൊക്കെ. പിന്നെ ഫ്രീ ഫയറിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്യാം. എടാ 6000 റുപ്യക്കാണ് ഞാനൊരു പ്രൊമോഷൻക്ക് പെൻഡിങ്ങിൽ. 6000 റുപ്യക്കാണ്. നിങ്ങൾ വിചാരിക്കും എല്ലാ മാസം 12,000 മേടിക്കും. എടാ ചില മാസം 8,000, ചില മാസം 3,000. അങ്ങനെ എല്ലാം ഞാൻ 12,000 ചോദിച്ചാൽ അമ്മക്കൊന്നും 12,000 ആരും തരൂല. പക്ഷേ ഇനി വർഷത്തിൽ ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ആയിരിക്കും ജാസി ചെയ്യുക. ജാസിന് വില പറഞ്ഞു മേടിക്കും. ഒരു 5ൻ്റെ പൈസ തരാണ്ട് ഇത്രയും കാലം ഊമ്പിപ്പിച്ചിട്ട് പെരുവയിലാക്കിയിട്ടും പിന്നെ 6 മാസം. എടാ ഉളുപ്പുണ്ടാവും വെച്ച് പോടാൻ നീയാതെ 60,000 70,000 സാലറി